ഹായ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ STക്കാർക്കുള്ളയും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളയും കാറ്റഗറി നമ്പർ 088/2024 അതുപോലെ തന്നെ 020/2025 എന്നീ 2 കാറ്റഗറിയിലുള്ള സിലബസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ST വിഭാഗത്തിലുള്ള പിള്ളേർക്കും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ അതിന് വേണ്ടിയിട്ടുള്ള എക്സാമുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഗ്രേഡ് 3 ഉണ്ട്, ഡ്രാഫ്റ്റ് ഗ്രേഡ് 3 ഉണ്ട്, ഓവർസീസ് ഗ്രേഡ് 3, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുമാണ്. അപ്പം ആ 2 എക്സാമിൻ്റെ സിലബസാണ് കേരള PSC പുറത്തിറക്കിയ സിലബസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തേത് നമുക്ക് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഓക്കെ, ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ 8 മാർക്കിനാണ് സിലബസിൽ ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൻ്റെ യൂസസ്, ലേഔട്ട്, ഡ്രോയിങ് ഷീറ്റ്, ടൈപ്സ് ഓഫ് ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, ടൈപ്സ് ഓഫ് സ്കെയില്, പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ. ഓക്കെ, ആ ഒരു ബേസിക് ഗ്രാഫിക്സിലുള്ള എല്ലാ ടോപ്പിക്സും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ദെൻ അടുത്തതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ 12 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 12 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിലുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് സ്റ്റോൺ, ബ്രിക്ക്, ലൈമ്, ടിമ്പർ, ടൈൽസ്, സാൻഡ്, സിമൻറ്റ്, മോട്ടാർ ആൻഡ് കോൺക്രീറ്റ്, അഡ്മിക്സ്ചർ, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ. ഇത്രയും ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ ഒരു 12 മാർക്കിനാണ് അതിലൊന്ന് ചോദിക്കുന്നത്. ദെൻ അടുത്തതാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ 20 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. 20 മാർക്കിനാണ് അതിൽ നിന്ന് വരുന്നത്. അതിൽ തന്നെ നമുക്കറിയാം സ്റ്റോൺ മേസൺറി ഉണ്ട്, ബ്രിക്ക് മേസൺറി ഉണ്ട്, കോമ്പോസിറ്റ് മേസൺറി ഉണ്ട്, ഫൗണ്ടേഷൻ, ബിയറിംഗ്, കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്കഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപൈനിങ്, അതുപോലെ ഡാം പ്രൂഫിംഗ്, വാട്ടർ പ്രൂഫിംഗ് ആൻഡ് ടെർമൈറ്റ് പ്രൂഫിംഗ്, ആർച്ച്, ലിൻഡൽ, സ്റ്റെയർ, RCC. Then അവയുടെ യൂസസ്, മെറ്റീരിയൽസ് പ്രപ്പോർഷൻ, ഫോംവർക്ക് ഇൻക്ലൂഡിംഗ് ബെൻഡിങ് ഓഫ് ബാർസ് ആൻഡ് കൺസ്ട്രക്ഷൻ റെഫറൻസ് ഓഫ് BIS കോഡ്, RCC ലിൻഡൽ, കോളം, സ്ലാബ്, ബീം, ഫൂട്ടിങ്സ്, മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ്, സ്ലംബ് ടെസ്റ്റ്, സ്റ്റീൽ സ്ട്രക്ചർ, കോമൺ ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻ, ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പർ, ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിന്റ്, വെൽഡഡ് ജോയിന്റ്, ഡോർസ് ആൻഡ് വിൻഡോസ്, റൂഫ്, ഫ്ലോർ ആൻഡ് ഫ്ലോറിംഗ്. ഓക്കെ, ഇത്രയും ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള ടോപ്പിക്സ് ആണ്. അതിൽ നമുക്കറിയാം 20 മാർക്കിനാണ് ചോദിക്കുന്നത്. 20 മാർക്കിനാണ്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 4 വരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. അതിലും ഈ പറയുന്ന പോലെ ബൈലാസ് ഉണ്ട്, ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലാസ് ഉണ്ട്. ദെൻ പ്രൊവിഷൻസ് ഓഫ് സേഫ്റ്റി ഫോർ ബിൽഡിംഗ്, ദ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, പിന്നെ സാങ്ഷൻ, അതിൻ്റെ ടൈപ്സ്, റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ്, ദെൻ റേറ്റ് അനാലിസിസ്, അതിൽ തന്നെ ലേബർ, മെറ്റീരിയൽസ്, ഷെഡ്യൂൾ ഓഫ് റേറ്റ്, അതെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ വാല്യുവേഷനും അതിൻ്റെ ടൈംസ്, വാല്യുവേഷനുള്ള ടൈംസ്, ആ വാല്യുവേഷൻ്റെ ടോപ്പിക്ക് ഫുള്ള് വരുന്നുണ്ട്. അങ്ങനെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിൽ 12 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 12 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ അടുത്തതാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 6 മാർക്കിനാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിക്കുന്നത്. അവിടെ നമുക്ക് ഇറിഗേഷൻ്റെ ടേംസ് പറയുന്നുണ്ട്. ദെൻ അതിൽ തന്നെ ക്രോപ്പ്, വിയേഴ്സ് ആൻഡ് ബാരേജ്, സ്റ്റോറേജ്, ഡൈവേർഷൻ, ഹെഡ് വർക്ക്, റിസർവോയർ, ഡാം, കനാല്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഹൈഡ്രോളജിക് പ്രോപ്പർട്ടീസ് ഓഫ് ടർബൈൻസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ആ ഒരു ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. 6 മാർക്കിനാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് സിലബസ് പ്രകാരം വരുന്നത്. ദെൻ അടുത്ത മൊഡ്യൂളാണ് സർവേ. സർവേയിൽ നമുക്ക് 14 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, സർവേ നമുക്ക് 14 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചെയിൻ സർവേ വരുന്നുണ്ട്, പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്, ഫീൽഡ് ബുക്ക്, പ്ലോട്ടിംഗ്, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിംഗ്, കർവ്സ്, തിയോഡലൈറ്റ്, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ, അതുപോലെ ടോട്ടൽ സ്റ്റേഷൻ ടൈപ്സ്, measurement with the total station, then characteristics and features of total station, global positioning system GPS. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സർവേയിൽ വരുന്നത്. സർവേ നമുക്ക് എത്ര മാർക്കിനാണ്? 14 മാർക്കിനാണ് സർവേയിൽ നിന്ന് ചോദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഓട്ടോ കേഡിൽ നമുക്ക് 8 മാർക്കിനാണ് ചോദിക്കുന്നത്.
ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, ബേസിക് കമാൻഡ്, ടൂൾ ബാർ, അതിലുള്ള ഫംഗ്ഷൻ കീയും അതിൻ്റെ ഷോർട്ട് കട്ട്സും പറയുന്നുണ്ട്. പിന്നെ 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗ്, അതിൻ്റെ ഷോർട്ട് കട്ട് കീസ്, പിന്നെ ലേ ഔട്ടിൻ്റെ നോളേജ്, പ്രിൻറ്റിങ്ങിൻ്റെ നോളേജ്, അതിനെ പറ്റിയും സിലബസിൽ പറയുന്നുണ്ട്. 8 മാർക്കിനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴൊരു ഗ്രേഡ് 3, ഗ്രേഡ് 2 ലെവലിലോട്ടൊക്കെ എക്സാമിന് വരുമ്പോൾ ഈ ഓട്ടോകേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ടൈപ്പായിട്ടാണ് വരുന്നത്. സോ ഓട്ടോകേഡും ഒരു കുറച്ച് ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സിൽ 6 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ട്, സിമ്പിൾ മെക്കാനിക്സ് ഉണ്ട്, വർക്ക് പവർ എനർജി, സിമ്പിൾ സ്ട്രെസ് സ്ട്രെയിന്, മെൻസുറേഷൻ പറയുന്നുണ്ട്, സിമ്പിൾ ട്രിഗണോമെട്രി. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കണം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് 6 മാർക്കിനാണ് ഈ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സിൽ നിന്ന് വരുന്നത്. ദെൻ അടുത്ത മൊഡ്യൂളാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. 8 മാർക്കിനാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ ഈ റോഡ് പറയുന്നുണ്ട്, റോഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്, ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് അലൈൻമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്. അങ്ങനെ റോഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ പറയുന്നുണ്ട്, റെയിൽവേയിലും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. പിന്നെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് തന്നെ ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജ്, സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ആ ഒരു റോഡ്, റെയിൽവേ, ബ്രിഡ്ജ് ഇതെല്ലാം നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിലുണ്ട്. ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് 8 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ പൈപ്പ് ആൻഡ് പൈപ്പ്സ് ജോയിൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കൺവേയൻസ്, ദെൻ വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സാനിറ്റേഷൻ സിസ്റ്റംസ്, ഹൗസ് ഡ്രെയിനേജ്, കളക്ഷൻ ആൻഡ് കൺവേയൻസ് ഓഫ് സീവേജ്, സെപ്റ്റിക് ടാങ്ക്, വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, സീവർ ഒപ്പർട്ടൻസസ്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ. ഓക്കെ, അത്രയും ടോപ്പിക്കാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന സബ്ജക്റ്റിലുള്ളത്. അവിടെ നമുക്ക് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതിൽ ഇപ്പോൾ സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് നമ്മുടെ 20 മാർക്കിന് ചോദിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്, അല്ലേ? ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് 20 മാർക്കിന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ സർവേ ആണ്. സർവേ 14 മാർക്കിനുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മുടെ 12 മാർക്കിന് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ നിന്നും 12 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ്ട് നമ്മുടെ സിലബസ്. പിന്നെ സിലബസിൻ്റെ ലാസ്റ്റ് പീസ് തന്നെ പറയുന്നത്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽഡ് എബോവ് ക്വസ്റ്റ്യൻസ് ഫ്രം other topics prescribed for the educational qualification of the post may also appear in the questions paper. There is no undertaking that all topics above may be covered in the question paper. Okay, ഒരു കാര്യം കൂടെ നോക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു PSC ട്രെൻഡ് അനുസരിച്ച് PSCയിലുള്ള PSC സിലബസ് ഇറക്കുന്നത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഗ്രേഡ് 1 എക്സാം ആയാലും PSC ഇറക്കിയ സിലബസ് പ്രകാരം തന്നെയായിരുന്നു. അതിലുള്ള ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റിൽ നിന്നും ആ സിലബസിൽ കൊടുത്തിരിക്കുന്ന മാർക്ക് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. എന്നാലും നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ സിലബസിലുള്ള ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത് പഠിക്കണം. കവർ ചെയ്ത് പഠിച്ചിട്ട് ഒന്ന് അഡീഷണൽ പോയിന്റ് കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.